വിചാരിച്ചു പെയ്യുന്നു. ദിയ പറഞ്ഞു തോന്നുന്നുണ്ടല്ലോ കട്ടയ്ക്ക് കൂടാൻ തോന്നാം. ആ ഓക്കെ പക്ഷെ അടുത്ത മാസം എന്റെ ടൂറും ഉണ്ട്. അപ്പൊ ഞാനും കട്ടയ്ക്ക് കൂടെ വെക്കും. എങ്ങോട്ട് ടൂറ് പോകാനുള്ള പ്ലാനാണ് തോന്നുന്നു രണ്ടാളും. എന്നാലും എങ്ങോട്ടായിരിക്കും? എന്താ ചേച്ചിന്റെ പ്ലാൻ? എങ്ങനെയത് പറയാൻ പോണേ? അതിപ്പോ കഴിഞ്ഞ എക്സാമിന് നല്ല മാർക്ക് വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് വാങ്ങി തരാന്ന് പപ്പ പറഞ്ഞായിരുന്നു. അത് എന്നോടും പറഞ്ഞിരുന്നു അമ്മ. പക്ഷേ നാളത്തേക്കിനാക്കണ്ട, ഇപ്പൊ തന്നെ ഇട്ടേക്കാൻ വന്നേനി. പക്ഷേ എനിക്ക് മാർക്ക് കിട്ടിയോണ്ട് സീനില്ല. അത് വെച്ച് പപ്പനോട് ഞാൻ ഇത് അവതരിപ്പിക്കും. പപ്പ സമ്മതിക്കായിരിക്കും, എന്നാലും പ്രശ്നം തീരൂലല്ലോ. അമ്മ സമ്മതിക്കണ്ടേ? അത് ഞാൻ പപ്പേനെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. നമ്മള് പറഞ്ഞാലല്ലേ അമ്മ കേൾക്കാത്തുള്ളൂ. പപ്പ പറഞ്ഞ അമ്മ കേൾക്കുമല്ലോ. അപ്പൊ ചേച്ചിന്റെ കാര്യം സെറ്റായി. എന്റെ കാര്യം ഓർക്കുമ്പോളാ. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇതിനെന്തെങ്കിലും വഴി ഞാൻ കണ്ടുപിടിച്ചു തരാം. മഴയത്ത് കൂടെ ഇറങ്ങി നടക്കരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ ചേട്ട പിടിച്ചിരിക്കുന്നേ? ഒന്ന് പതുക്കെ, രോമം മുഴുവൻ പറഞ്ഞു പോരുപ്പോ. ഈ കേരളത്തിലൊക്കെ ജീവിക്കുന്ന നിങ്ങൾക്ക് എന്തിനാ ഇത്രയും രോമെന്നാ ഞാൻ ആലോചിക്കുന്നത്. കേരളത്തിൽ അബദ്ധത്തിൽ ഒന്ന് ജനിച്ചു പോയതല്ലേ. ഞങ്ങളൊക്കെ അങ്ങ് യൂറോപ്യൻ ജനറ്റിക്സാ. നല്ല തണുത്ത് വിറച്ച് മഞ്ഞിക്കൊള്ള നടക്കണ്ട ഞാനാ അവസ്ഥ. എന്നാ കുറച്ചു നേരം ഫ്രിഡ്ജിൽ കയറിയിരിക്കുന്നീ, കുറച്ച് സമാധാനം കിട്ടട്ടെ. അങ്ങനെ ഒരു പ്ലാൻ എനിക്കുണ്ട്, നോക്കട്ടെ. ഇന്ന് നേരത്തെ ആണല്ലോ. കുറച്ച് എനിക്കൊരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഇവിടെ ആകുമ്പോൾ റിലാക്സ് ആയിട്ട് ഇരുന്ന് എഴുതാലോ എന്ന് കരുതി. പപ്പയുടെ മുടിയൊക്കെ ആകെ ചെട പിടിച്ചല്ലോ. ആണോ? അമ്മ നന്നായിട്ട് ചീവി ചെട കളഞ്ഞു തരും. ഒന്ന് ട്രൈ ചെയ്യുന്നോ? അയ്യോ വേണ്ട, ഇവള് ചീവിയാണ് എൻ്റെ മുടിയുടെ ഉള്ളെല്ലാം പോയത്. ഇനി നീ എന്നെ ചീകാൻ വിളിക്കിട്ടാ? അല്ല പോകണം. ഭർത്താവ് വന്നപ്പോ പുറകെ പോവാ, എന്നിട്ട് എന്നോട് ദേഷ്യം. ഹലോ, എന്താ പരിപാടി? രണ്ടാളെയും പഠിത്തമൊക്കെ കഴിഞ്ഞോ? കഴിയാറാവുന്നു. കുറച്ച് നോട്ട്സും കൂടെ ഉണ്ട്. ദിയാക്കുട്ടനോ എല്ലാം പഠിച്ചോ? പഠിച്ചു. പപ്പ, ഈ മാസാണ് ഞങ്ങളെ സ്കൂൾ ടൂറ്. എങ്ങട്ടാ? ഊട്ടിയായിരിക്കും, അല്ലെങ്കിൽ വണ്ടർല. അതാണല്ലോ പതിവ്. അല്ലല്ല, ഇത്തവണ ഗോവയ്ക്ക. ഗോവയ്ക്കോ? ഇതാദ്യമായിട്ടാണല്ലോ. അതെ, അതുകൊണ്ടാ ഞാൻ പോവാന്ന് വിചാരിച്ചേ. നീ പോകുന്നുണ്ടോ? പോവാന്ന് കരുതുന്നു. ശരിയാ, പോയിക്കോ. ഗോവൻ ട്രിപ്പൊക്കെ റയറായിട്ടല്ലേ കിട്ടുള്ളൂ. താങ്ക് യു ഒന്നും വേണ്ട. ദിയമൊക്കെ ടൂറൊന്നുമില്ലേ? ഉണ്ട്. അടുത്ത മാസം എന്നെയും വിടണേ. ഓഫ് കോഴ്സ്, എന്തായാലും വിടും. എന്നാ അമ്മേനെ കൊണ്ടുകൂടെ ഒന്ന് സമീപിക്കണേ. അത് സീനില്ല, ഞാൻ പറഞ്ഞോളാം. എന്നാ നിങ്ങൾ രണ്ടാളും പോയി പഠിച്ചോ. ഞാനിതൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ, എന്നിട്ട് വരാം. ടൂറിന്റെ കാര്യം ഇത്ര പെട്ടെന്ന് നോക്കിയാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പപ്പ നല്ല മുടിയിലാണെന്ന് തോന്നുന്നു. അതെ, ടൂറിന്റെ ക്യാഷ് ഇന്ന് തന്നെ വാങ്ങണം.
എന്തേ തലയ്ക്ക് സുഖല്ലേ? ആ പിന്നെ ദേവുവിന്റെ സ്കൂൾ ടൂറാണ് നെക്സ്റ്റ് വീക്ക്. അതിന് അതിനൊന്നുമില്ല, ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ നിന്നോടും കൂടെ ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞ അവള്. ഉവ്വ നടന്ന തന്നെ. അടുത്ത മാസം പരീക്ഷ അവക്ക്. അതിനെന്താ, അടുത്ത മാസല്ലേ, പൊക്കോട്ടെ. നടക്കൂല ചേട്ടയെ, ഞാൻ അവളുടെ അമ്മയാണെങ്കിൽ ഞാൻ സമ്മതിക്കൂല. ഷേ എന്ന് പറഞ്ഞാ എങ്ങനാ, ഞാൻ സമ്മതിച്ചതാ. ഓഹോ, അപ്പൊ പപ്പയും മോളും കൂടെ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചു. അപ്പൊ ഞാൻ ആരായി? നടക്കട്ടെ, എല്ലാം നടക്കട്ടെ. എടി അങ്ങനെയല്ല, അവളെന്നോട് ചോദിച്ചു എന്നുള്ളൂ. നിന്നോട് പറയാനിരുന്നതാ. ഞാനാ പറഞ്ഞേ, ഞാൻ പറഞ്ഞോളാം. എനിക്ക് മനസ്സിലായിട്ടെ, മനസ്സിലായി. ഓ എന്നൊരു കാര്യം ചെയ്യ്, അവള് പോണ്ട, അത്രയല്ലേ ഉള്ളൂ. ടൂറിന്റെ പൈസ ടൂറൊന്നും ഇനി നടക്കൂല ദേവോ, അടുത്ത വർഷം അങ്ങനെ പോവാനി. അല്ല അപ്പൊ അത് അതിപ്പോ എന്താ പറ്റിയേ? അടുക്കളയിൽ പോയി വന്നപ്പോഴത്തേക്കിനും എന്താ സംഭവിച്ചേ? പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് കണ്ടില്ലല്ലോ പുറത്തോട്ടൊന്നും. കാണണമെങ്കിൽ അകത്തോട്ട് വരണം. ആ ബെഞ്ചിന്റെ അടിയിൽ 24 മണിക്കൂർ ഇരുന്ന് ഞാൻ എങ്ങനെ കാണും? എന്നിട്ട് അമ്മ എന്നെ ഒന്ന് കണ്ടല്ലോ, മുടി ജീവിന്നോ? വന്നു കാണാൻ നീ ആരാ, രാജ്ഞിയോ? കലിപ്പിലാണല്ലോ. വിഷയം മാറ്റിവിടാം. ആ അതൊക്കെ പോട്ടെ. പിന്നെ എന്തൊക്കെയായി കാര്യങ്ങളൊക്കെ? എന്ത് കാര്യങ്ങള്? എനിക്കെല്ലാം മനസ്സിലായി. എന്തൊരു മൂളല്. ടൂറ് പോവാണല്ലേ കൊച്ചു കള്ളി? ഞാൻ കേട്ടു. എങ്ങോട്ടാ ടൂറ്? ടൂറ് അല്ലേ? അതെ. നിനക്കറിയണോ? ആ അറിഞ്ഞാ കൊള്ളാം. എന്നാ വാ പറഞ്ഞുതരാം, വാ. ഓ രഹസ്യാണല്ലേ, പറയൂ പറയൂ. മനസ്സിലായല്ലോ? മനസ്സിലായി മനസ്സിലായി. അയ്യേ എന്നാ വിട്ടോ. അല്ലെങ്കിൽ തന്നെ ആര് നിൽക്കാൻ ഇനി ഇവിടെ, ഞാൻ പോയി. പഠിത്തമൊക്കെ കഴിഞ്ഞു എത്ര പെട്ടെന്ന്? കഴിഞ്ഞു. ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്താ? കാരണമൊന്നുമില്ല, ഇന്ന് ഇത്ര പഠിക്കുന്നുള്ളൂ, അത്ര തന്നെ. നീ ചോറുണ്ടെന്നില്ലേ? ഇല്ല, വിശപ്പില്ല. എന്താ ചേച്ചി സ്വകാര്യം വല്ലതും പറഞ്ഞോ? നേരത്തെ സ്വകാര്യം പറഞ്ഞോ? ശരി അടിച്ചു. ഇവിടെ നല്ല കാറ്റാണല്ലോ. എന്താ വായിക്കുന്നേ? എഴുത്തെന്തായി? കഴിഞ്ഞോ? അതെ, ഞാൻ അപ്പത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു, സോറി. എനിക്കും ദേഷ്യം വന്നായിരുന്നു, എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല എന്താ പത്ര ദേഷ്യം വരാന്? അത് ഞാൻ ആ ക്ലാസ് കഴുകി വെച്ച് തിരിഞ്ഞപ്പോൾ എൻ്റെ തലയൊന്ന് ഫ്രിഡ്ജിലിടിച്ചു. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. ആ സമയത്താ ചേട്ടായി വന്നത്. അയ്യോ, ഫ്രിഡ്ജിലടിച്ചോ? ദാ ഇവിടെ. എന്നിട്ട് ഫ്രിഡ്ജിന് എന്തെങ്കിലും പറ്റിയോ? പുതിയ ഫ്രിഡ്ജാ അത്. ചിരിക്കണ്ട നീ, അവളുടെ ഒരു ദേഷ്യം. അല്ല അത്രയും വലിയ ഫ്രിഡ്ജ് അവിടെ ഇരുന്നിട്ട് നീ കണ്ടില്ലേ? കാണാഞ്ഞിട്ടല്ല, ഞാൻ ക്ലാസ് വെച്ച് തിരിഞ്ഞപ്പോ ഒരു പ്രാണി എന്റെ കണ്ണിന്റെ നേരെ വന്നു. ആ വെപ്രാളത്തിൽ ചെന്ന് ഇടിച്ചതാ. അതേത് പ്രാണി ഇത്ര വെപ്രാളപ്പെടാ? ഏതോ ഒരു പ്രാണി. അല്ല, ദേവുവിന്റെ ടൂർ എന്നാന്നാ പറഞ്ഞേ? ചേച്ചി വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ചേച്ചി ഉറങ്ങിയതേ മോളെ? ഉറങ്ങിന്ന് തോന്നുന്നു. ഓ, ഇനിയിപ്പോ ക്യാഷ് ആരുടെ കൊടുക്കുക? ഈ ടൂറ് പോകാനുള്ള ക്യാഷ് ഇല്ലേ, ആ ക്യാഷ്. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇല്ലേ? ഞാൻ കരുതി ഉറങ്ങിന്ന്. അഭിനയിക്കണ്ട, പപ്പയ്ക്ക് അറിയായിരുന്നു ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്ത് പൈസ കൊണ്ടാണ്? അല്ലാതെ പപ്പയ്ക്ക് പറ്റേ ദേഷ്യപ്പെട്ടല്ലോ. അതോ, അതൊരു പ്രാണി പറ്റിച്ച പണിയാ.
മനസ്സിലായില്ല. അത് ഞാൻ ആ ടൂറിൻ്റെ കാര്യം പറയാൻ വേണ്ടി അമ്മയുടെ അടുത്ത് പോയ സമയത്ത് ഏതോ പ്രാണി പറന്ന് കണ്ട് പേടിച്ച് അമ്മയുടെ തല എന്ന് ഫ്രിഡ്ജിലിടിച്ചു. ആ ദേഷ്യത്തിൽ പറ്റിപ്പോയത് അതെല്ലാം. ഓ അത് ശരി. പപ്പ പോലെ അടുത്ത മാസം എന്റെ ടൂറുണ്ട്.